അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ചത് കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ,
ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ കാര്യത്തിനായി ഇന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ ഒപ്പിടുന്ന കടലാസ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നീ തന്നെയായിരിക്കണേ കർത്താവേ മൂന്നാമതൊരാളായിട്ട് അവിടെ നിൽക്കേണ്ടത്. നിന്നെ ഒരു മണ്ണുകളുടെ ഇടയിലുള്ള ഒരു മനുഷ്യൻ കർത്താവ് നീ ഇന്ന് വിജയശീലാളതിനെ തിരിച്ച് നിൻ്റെ ഭവനത്തിലേക്ക് നീ തിരിച്ചു വരും. നിൻ്റെ ശത്രുക്കൾ നിനക്ക് മുമ്പിൽ നിഷ്പ്രഭരായി പോകുന്നതിന് കർത്താവിൻ്റെ ആത്മാവ് നിന്നെ പ്രവർത്തിക്കാൻ മാതാവിൻ്റെ മധ്യസ്ഥം നിനക്കുണ്ടാവും. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood and authority of the Catholic Church. കർത്താവ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരെ, ശരീരത്തിൻ്റെ സ്രാവങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് രോഗം കണ്ടുപിടിക്കാൻ പോകുന്നവർ, അവർ സുബോധർക്കമായ സന്ദേശം കിട്ടിക്കൊണ്ട് ദൈവത്തിന് മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ കർത്താവേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit, touch with the fire finger, soak with the precious blood. ഈ രണ്ട് ഉടമസ്ഥരെ ഞാൻ അവതരിപ്പിച്ചായിരുന്നു ഈ ദിവസങ്ങളിൽ, ഈ സമയത്ത്. എന്തൊക്കെയാണ്? ഒന്ന് യേശു, ഒന്ന് ജോബും. ജോബിനോട് പറഞ്ഞു, നീ എൻ്റെ ദാസനെ കണ്ടോ? ദൈവം അവൻ്റെ ഓണർഷിപ്പ് ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. യേശുവിനും അങ്ങനെ തന്നെയാണ്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് രണ്ടും ഒരേ ടൈപ്പ് മനുഷ്യരാണ് ശരിക്കും. അതായത് ദൈവപിതാവിന് അംഗീകരിക്കാൻ പറ്റിയ ആൾക്കാർ, ഉടമസ്ഥതയുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥത അംഗീകരിക്കുന്ന കാരണം ഇവർ രണ്ടുപേരും, ജോബും അതുപോലെ തന്നെ ഈശോയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വരും. ദൈവം ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല, ഓണർഷിപ്പ് സംഭവിക്കില്ല. അപ്പം ദൈവത്തിനൊക്കെ ഇഷ്ടമാണ്. ദൈവത്തിനോട് ഇനി പ്രാർത്ഥന വേണേൽ പ്രാർത്ഥന കൊടുക്കാം, വെടി വേണേൽ പെടി കൊടുക്കാം, പുക വേണേൽ പുക കൊടുക്കാം, പൂ വേണേൽ പൂ കൊടുക്കാം, തിരി വേണേൽ തിരി കൊടുക്കാം. എന്നിട്ട് ദൈവത്തിന് അടിച്ചു മാറ്റാവുന്ന ഇങ്ങനെ വിദ്യാധാരണയിൽ ഇങ്ങനെ ഭക്തജീവികൾ ഇങ്ങനെ നടക്കുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ ആ സമാനത ഓണർഷിപ്പിലേക്ക് വരത്തില്ല. ഓണർഷിപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഷിഫ്റ്റിംഗ് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും വിഡ്ഢിയാനും ബുദ്ധിമാനെന്ന് പറയണത്. ബുദ്ധിമാനായ മനുഷ്യനെന്ന് പറയും. ബുദ്ധിമാനായ എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട്. തന്ത്രപരമായ ബുദ്ധിയാണത് ശരിക്കും പറഞ്ഞാൽ. ഈ ബുദ്ധിയോടുകൂടി കർത്താവ് ഓണർഷിപ്പ് അംഗീകരിച്ച് പ്രിയപുത്രനാണെന്ന് പറഞ്ഞാലും ഇത് മനസ്സിൽ ഏറ്റുകൊണ്ടാണ് ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസിന് പ്രലോഭനം വരുന്നത് അവിടെ വെച്ചാണ്. ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിയുമ്പോഴാണ് പിന്നെ പ്രലോഭനങ്ങൾ തുടങ്ങണത്. എന്താണ് പ്രലോഭനത്തെ പറയണത്? എന്താണ് ഈശോയുടെ പ്രലോഭനങ്ങളിൽ ഒന്നാമത്തെ പ്രലോഭനം എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 4:3. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. കണ്ടാ ഈശോയോട് എന്താ, ഇവൻ ദൈവപുത്രനാണെന്നല്ല നേരത്തെ പറഞ്ഞത്. അതാണ് ഇപ്പം വീണ്ടും ക്വസ്റ്റബിൾ ആയിരിക്കണത്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലമാണിത്. എന്താണ്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ എന്ന് പറഞ്ഞില്ല. ആര് പറഞ്ഞു? പരമപിതാവ് പറഞ്ഞു. അപ്പോൾ അത് സ്റ്റാറ്റസ് ബ്രാൻഡഡായി. എന്നിട്ട് സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ ഉടനെ കാലാവസ്ഥ ഭേദം ഉണ്ടാവും. ദൈവത്തിൽ എനിക്കും ഉണ്ടാവും, നിനക്കും ഉണ്ടാവും. നിൻ്റെ സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് അങ്ങനെ നിൽക്കത്തില്ല. ആ സ്റ്റാറ്റസിൻ്റെ വാല്യൂ എന്താ, പ്രൈസ് എന്താണ്, അത് നമുക്ക് കൊടുക്കേണ്ടി വരും. സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനുഷ. ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ഷിൻഡോ. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2022 ഏപ്രിലായിരുന്നു. അന്ന് എനിക്കൊരു 5 months കരിയർ ഗ്യാപ്പ് വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഡിസംബർ ഫസ്റ്റ് വീക്ക് 2021 ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ മെയിൻ നിയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഡൊമൈനിലോട്ട് ചേഞ്ച് ചെയ്യാനായിരുന്നു. പക്ഷേ ഈ 5 months ഗ്യാപ്പിൽ ഞാൻ ഉദ്ദേശിച്ച ആ ഡൊമൈനിൽ നിന്ന് എനിക്ക് ഒരു കോൾ പോലും വന്നില്ല. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥന ആരംഭിച്ചു.
ഒരു ഓൺലൈൻ ഉടമ്പടി ധ്യാനം കേട്ടോണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് എന്നെ HR വിളിച്ചതും ഞാൻ ഉദ്ദേശിച്ച ഡൊമൈനിൽ നിന്ന് ഒരു ഓഫർ വന്നതും. അതിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരുന്നു. എനിക്കറിയില്ല ഒരു MNCന്ന് ഇത്ര ഈസി ആയിട്ട് ഒരു ഇൻ്റർവ്യൂ വരുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി മാത്രം വെച്ചൊരു ജോലി പോലെയായിരുന്നു എനിക്കത് തോന്നിയത്. അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് ആദ്യമായിട്ട് ആ ജോലി നൽകി അനുഗ്രഹിച്ചു. പിന്നെ 2022 നവംബറിൽ ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അന്ന് എന്തുകൊണ്ടോ എനിക്കത് ശരിക്കും അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. മാക്സിമം ഒരു 1 മന്ത് ഞാനത് പൂർത്തീകരിച്ചു. പക്ഷേ മാതാവിലുള്ള വിശ്വാസം ഞാൻ കൈവിടുന്നിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി ധ്യാനം കേൾക്കുമായിരുന്നു, സാക്ഷ്യം കേൾക്കുമായിരുന്നു, നേർച്ച വസ്തുക്കൾ തീരുന്നവരെ ഉപയോഗിക്കുമായിരുന്നു. ആ ഒരു വിശ്വസ്തത അമ്മയോട് കാണിച്ചുകൊണ്ടാവാം നെക്സ്റ്റ് ഇയറിൽ അതേ സമയം ഞങ്ങൾക്ക് ബാംഗ്ലൂരിലൊരു ഫ്ലാറ്റ് വാങ്ങുവാൻ അമ്മ അനുഗ്രഹിച്ചു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു. വെക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെൻ്റായിരുന്നു അവിടെ എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാ 11 മന്ത് കൂടുമ്പോഴും എഗ്രിമെൻറ്റ് പുതുക്കണം. ഒന്നെങ്കിൽ വീണ്ടും കൂടിയ എമൗണ്ടിൽ റെൻറ്റഡ് ഹോമിലോട്ട് മാറണം, അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു വീട് വെച്ചതിൻ്റെ നിയോഗം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒട്ടും എമൗണ്ട് ഇല്ലായിരുന്നു. ഒരു ഫ്രണ്ടിനോട് ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് നടത്തുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങാനൊരു ആലോചന ഉണ്ടാവുകയും പെട്ടെന്ന് വിത്തിൻ 2 വീക്സ് ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് വാങ്ങാൻ പറ്റി. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് 7 lakhs ലോൺ ഉണ്ടായിരുന്ന സമയത്താണ് 70+ എമൗണ്ടിൽ ആ ഫ്ലാറ്റ് വാങ്ങാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചത്. പിന്നെ വേറൊരു കാര്യം, മാതാവ് നൽകിയതാണെന്ന് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ +2 വരെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രി പഠിച്ചതും PG പഠിച്ചതും എല്ലാം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലായിരുന്നുകൊണ്ട് അപ്പോഴും വിശുദ്ധ കുർബാന മുടങ്ങുകയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ വരുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഡെയിലി കുർബാനയ്ക്ക് പോകാൻ പറ്റുമല്ല, ഈവൻ സൺഡേയ്സ് പോകണമെങ്കിൽ തന്നെ വേറെ ഒരാളുടെ ഹെൽപ്പ് വേണം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്നും അങ്ങനെ ഒരു ചിന്ത വെച്ചിരുന്നു, എനിക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ ഒരു അനുഗ്രഹമായിരുന്നു എന്ന്. ഞാൻ ഈ ഫ്ലാറ്റ് എടുത്ത് 2 months കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് എൻ്റെ വീടിൻ്റെ 500 മീറ്ററിനപ്പുറം തന്നെ ഒരു ചാപ്പലുണ്ട്. ഡെയിലി വിശുദ്ധ കുർബാന നടത്താം, എനിക്ക് പറ്റുന്ന ടൈമിലെല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റും. അത് പരിശുദ്ധ അമ്മ നൽകിയൊരു അനുഗ്രഹമായിരുന്നു. ഇതിൻ്റെ ഈ ഒരു മൊമെൻറ്റിൽ പറയേണ്ടത്, ഞാൻ ഉടമ്പടി ഉഴപ്പി അങ്ങനെ കുറേ ഒരു പ്രാർത്ഥനയ്ക്ക് ലാഗ് വന്നു. എന്നാലും മാതാവ് ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റ് തന്നു. പക്ഷേ അതിൻ്റെ ഒരു 2-3 months ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രഗ്ലിങ് പീരീഡ് ആയിരുന്നു. എവിടെ നിന്നൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നതെന്ന് അറിയില്ല. കയ്യിൽ ക്യാഷുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കയറി താമസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇരുന്നിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ആ പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് സൺഡേസിൽ ഇപ്പോൾ പള്ളിയിൽ പോകുന്നില്ല. പണ്ട് ഞങ്ങൾ എന്നും സന്ധ്യാപ്രാർത്ഥന നടത്തിയിരുന്നു, അതിപ്പോൾ ഇല്ല. ബൈബിൾ വായനയില്ല. ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചോ അന്ന് പ്രോബ്ലം എല്ലാം സോൾവായി ഞങ്ങൾക്കത് കയറി താമസിക്കുവാൻ പറ്റി. അങ്ങനെ 2024 മെയ്യിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ ആ സമയത്തും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും, മാതാവ് എല്ലാവർക്കും അടയാളങ്ങൾ നൽകും, സുഗന്ധാഭിഷേകം നൽകും, എനിക്ക് മാത്രം ഒന്നും ലഭിച്ചിട്ടില്ല. ആ 2024 മെയ്യിൽ ഞാൻ വന്ന അന്ന് ഇവിടെ നിന്ന് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ കാലിലൊരു പാടുണ്ടായിരുന്നു, ഒരു 1 rupee കോയിൻ്റെ അത്രയുള്ളൊരു പാട്. ആദ്യം റെഡ് കളറായിരുന്നു, പിന്നെ അത് ബ്ലാക്കായി. അത് അവിടെ എൻ്റെ ബോഡിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പെയിനൊന്നുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും വൈകിട്ട് കുരിശ് വരയ്ക്കുമ്പോൾ ഹസ്ബൻഡിനോട് പറയും, എന്തായിരിക്കും ഈ പാട്, അതിൻ്റെ റീസണൊന്നും അറിയില്ല. ഞാൻ അന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചുകൂടെ റൂം എടുത്തിരുന്നു. ആ റൂമിൽ വന്ന് ഫ്രഷായി ഡ്രസ്സ് ചെയ്യുന്ന ടൈമിലാണ് മനസ്സിലായത് ആ പാട് അവിടെ ഇല്ല. തലേദിവസം വരെ ഉണ്ടായിരുന്ന ആ പാട് എൻ്റെ ശരീരത്തിൽ അതില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് സുഗന്ധാഭിഷേകം തന്നു, മാതാവ് ഈ അടയാളവും നൽകി. അപ്പോൾ എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു എന്നൊരു കാര്യം മനസ്സിലായി. പക്ഷെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എത്തി 3 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്കെപ്റ്റിക്കലായി. ഞാൻ വിചാരിക്കുമായിരുന്നു, മാതാവ് എന്നെ അങ്ങനെ തൊടാൻ മാത്രം അത്രയൊരു ബ്ലെസ്ഡ് ഒന്നും അല്ല ഞാൻ. അപ്പോൾ ഞാൻ വീണ്ടും ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് മാതാവ് തൊട്ടൊന്നും അല്ല, അത് തന്നെ പോയതാ. എൻ്റെ പൊട്ടബുദ്ധിയിൽ അങ്ങനെ തോന്നിയതാണ്. നെക്സ്റ്റ് ഡേ സെയിം സ്പോട്ടിൽ സെയിം പോലെ തന്നെ പാട് വീണ്ടും വന്നു. അന്നാണ് എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹത്തെ പറ്റിയും ഞാൻ അങ്ങനെ അത്രയും അവിശ്വസനീയമായിട്ട് ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്കൊരു അനുഗ്രഹവും വേണ്ട, ഞാൻ ഉടമ്പടി വെച്ച് ഒരു കാര്യവും നടത്തി തരണ്ട, പക്ഷേ ഈ പാടെടുത്ത് മാറ്റണം. അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു, അത് ഞാൻ തിരിച്ചു വിട്ടതാണ്. അമ്മ മാതാവ് അത് തിരിച്ചെടുക്കണം. പിന്നെ ഞാൻ എപ്പോഴും ഓഫീസിൽ പോകുമ്പോഴും എപ്പോഴും ഞാൻ എൻ്റെ വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ പാട് നോക്കും, എൻ്റെ കാലിലുണ്ടോ. 2 days കഴിഞ്ഞു, അത് തിരിച്ചുപോയി. അത് മാതാവ് നൽകിയൊരു വലിയ അനുഗ്രഹമായിരുന്നു.
പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ലോണുള്ള സമയത്താണ് ഞങ്ങൾ ഈ ഫ്ലാറ്റ് എടുത്തത്. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വലിയൊരു ആവശ്യമാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് പ്രൊമോഷൻ കിട്ടും. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കേസിൽ 2 ലെവൽ എബവ് ആണ് പ്രൊമോഷൻ കിട്ടിയത്. ഞങ്ങൾ വിചാരിച്ച കാര്യമല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യമല്ല, മാതാവിൻ്റെ മാത്രം അനുഗ്രഹത്താൽ ഞങ്ങൾക്കത് ലഭിച്ച കാര്യമാണ്. ആ സെയിം ടൈം പീരീഡിൽ തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചുണ്ടായൊരു സൗഖ്യം. എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് തന്നെ എനിക്ക് ഡെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് ഹെറിഡിറ്ററി ആയിരുന്നു. എന്തൊക്കെ ചെയ്താലും മാറുമല്ല, എപ്പോഴും ക്യാവിറ്റീസ് ഉണ്ടാവും. ഞാനിപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിൽ തന്നെ ആദ്യം ഞാൻ ദന്തൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു നോക്കുന്നത്. അതായിരുന്നു എൻ്റെ മെയിൻ പ്രയോറിറ്റി. അതെന്നെ ബോധർ ചെയ്യുന്ന വലിയൊരു കാര്യമായിരുന്നു. ഞാൻ എന്നും കിടക്കുന്നതിന് മുന്നേ ഒരു നുള്ളു ഉപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അത് കുടിക്കും. അതിനുശേഷം എനിക്ക് 2 ഇയർ ആയിട്ട് എനിക്ക് ദന്തൽ പ്രോബ്ലംസ് ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് ചോദിക്കും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ. എനിക്ക് അതിനുശേഷം എനിക്ക് ആ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച ഒരു സൗഖ്യം, ഹസ്ബൻഡ് ബാക്കിൽ ഒരു പിമ്പിൾസ് പോലെ വരും. അതായത് സാധാ പിമ്പിൾസ് അല്ല, അറ്റ് എ ടൈം 50+ എബവ് നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ പറഞ്ഞത് ഡയറി പ്രൊഡക്ട്സിൻ്റെ അലർജി മൂലമായിരിക്കും. ഡയറി പ്രൊഡക്ട്സ് കുറയ്ക്കാൻ പറഞ്ഞു. മരുന്ന് തന്നു, ലോഷൻ തന്നു, ടാബ്ലറ്റ് തന്നു. എല്ലാം കഴിച്ചു, മാറിയില്ല. ഒരു ദിവസം നമ്മൾ പനീർ കഴിച്ചു. അന്ന് രാത്രിയിൽ ഞാൻ ശരിക്കും എണ്ണിയായിരുന്നു. അത് 50 അബവ് കൗണ്ട് ഉണ്ടായിരുന്നു. ആദ്യം റെഡ് കളറിൽ വരും, പിന്നെ അത് പഴുപ്പാവും. അത് അന്ന് രാത്രി തന്നെ ഞങ്ങൾ നാട്ടിൽ പോയി മരുന്ന് മേടിച്ചു. പക്ഷെ മരുന്ന് കഴിച്ചില്ല. പകരം ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ചു. ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഇടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ 1 2 ഒക്കെ വരും. എന്നാലും അതൊരു പ്രശ്നമേ അല്ല. മാതാവ് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പിന്നെ മാതാവിൻ്റെ സംരക്ഷണം. നമ്മൾ കോർപ്പറേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പൊളിറ്റിക്സ് ഉണ്ടാവും, ഡെഡ് ലൈൻസ് ഉണ്ടാവും, എല്ലാ പ്രോബ്ലംസും ഉണ്ടാവും. ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് യെശയ്യാ 45:2-3. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ താർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. അത് ആ വചനം ചൊല്ലി ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി എന്താണോ പ്രോബ്ലം അത് ഞാൻ മാതാവിന് സമർപ്പിക്കും. പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ബ്ലൈൻഡായി പോകുന്ന മൊമെൻറ്റ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും വലിയൊരു എസ്കലേഷൻ വരുന്ന മൊമെൻ്റൊക്കെ എനിക്കറിയില്ല, ഒരു പ്രശ്നവും ഇല്ലാതെ അത് സോൾവ് ആയി പോകും. അത് എനിക്ക് ഈ ഒരു മൊമെൻറ്റ് വരെ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് മാതാവ് നീല മേലങ്കിയാൽ എന്നെ പുതിഞ്ഞു വെച്ചിരിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം ഹ്യൂമൻസാണ്, പ്രോബ്ലംസ് ഉണ്ടാവും, വിഷമങ്ങളുണ്ടാവും. ഏതൊരു വിഷമത്തിനെ കുറിച്ച് ഓർത്താണോ ആ രാത്രി കിടന്നുറങ്ങുന്നത്, ആ പിറ്റേ ദിവസം ഡെയിലി ബ്രെഡിൽ എനിക്കറിയില്ല ജോസഫ് അച്ഛൻ കറക്റ്റായിട്ട് ആ കാര്യം പറയും. ഒന്നെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷനായിരിക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രാർത്ഥിക്കുമായിരിക്കും. അപ്പം നമ്മൾ ഓർക്കും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മാതാവ് അത് ഏറ്റെടുക്കും. ഞങ്ങൾക്ക് നാളിതുവരെ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു. ഇനിയും അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷികളാകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആത്മീയ കാര്യം ഞങ്ങൾ ഒരിക്കലും 2024 ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം നാളിതുവരെ ജപമാല ഞങ്ങൾ മുടക്കിയിട്ടില്ല. രാത്രിയിൽ ഇൻ കേസ് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് സ്ഥലത്താണെങ്കിൽ പോലും തന്നെ ജപമാല ചൊല്ലിയിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. അതേപോലെ തന്നെ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന അത് മുടക്കിയിട്ടില്ല. കാരുണ്യ പ്രവർത്തകളായിട്ട് ഞങ്ങൾ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട് അമ്മമാരെ നോക്കുന്നത്. അവിടെ മന്ത്ലി വൺസ് പോയി അവർക്ക് സ്നാക്സ് കൊടുക്കുകയും അവിടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരാളെയും, ജെനുവിനായിട്ട് കൈ നീട്ടുന്ന ഒരാളെയും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. അവരെ നമ്മളാൽ കഴിയുന്ന പോലെ സഹായിക്കും. 5 രൂപ കൊടുത്താൽ മാതാവ് 10 രൂപയായിട്ട് അത് നമുക്ക് തരും. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഡ്രസ്സ് കൊടുക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഡെയിലി ബ്രെഡ് ഡെയിലി ഞാൻ സ്റ്റാറ്റസ് ഇടും, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പം ആ ഒരു സാക്ഷ്യം എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് അത് ആപ്റ്റാന്ന് തോന്നുവാണെങ്കിൽ അതിന് അവർക്ക് അയച്ചു കൊടുക്കും. ഉടമ്പടി ധ്യാനം ആ വീക്കിൽ തന്നെ കൂടും, ബൈബിൾ വായിക്കും. അങ്ങനെ ആത്മീയപരമായിട്ട് 2022 ഞാനിവിടെ വന്ന ഞാനല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഉടമ്പടി വഴിയായി ഞാൻ നന്നായിട്ട് മാറി. അമ്മ മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആനി ജോസ്. ഞാൻ കുറുമശ്ശേരി ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്ന് വരുന്നു.
എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ലഭിച്ച അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും സാക്ഷ്യം പറയാനാണ് ഞാനിവിടുന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഇത് എൻ്റെ മകൻ ആൻഡോ. ആദ്യമായി തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് 29/12/2021 പെട്ടെന്ന് എൻ്റെ മകന് ഒരു നടുവേദന വന്നു. നടുവേദന കൂടുതലായി. 2-3 ആശുപത്രികളിൽ ഞങ്ങൾ കാണിച്ചു. അപ്പോൾ ഡിസ്ക് ബൾജാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ഞാൻ അവനെയും ഇവിടെ കൊണ്ടുവന്ന് മാതാവിനോട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം അവനെ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അവന് യാതൊരു ഫലവും ഉണ്ടായില്ല. അവനോട് 6 മാസം റെസ്റ്റ് എടുക്കാനാണ് അവർ പറഞ്ഞത്. ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി തൈലം ഉപ്പും അവൻ്റെ നടുവിന് തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ കുളിക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് അവന് കൊടുത്തിരുന്നത്. അവന് കഴിക്കാനും ഞാൻ ഉപ്പും തേനും കൊടുക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ഒരാഴ്ച കൊണ്ട് അവൻ്റെ നടുവിൻ്റെ വേദന സൗഖ്യം കിട്ടി. അതുകൂടാതെ ഞാൻ അവൻ്റെ ആ എക്സ്റേ ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് കൊടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ മകൻ തളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവന് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ കിടക്കണം കണ്ടപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ മകനെ ഇത്രയും പ്രായമായിട്ടുള്ളൂ, അവൻ എങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അവൻ ആകെ ഡിപ്രഷനിലായിപ്പോയി. ആ ഒരാഴ്ച കൊണ്ട് തന്നെ അവന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ജോലിക്ക് വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. ആ ഉടമ്പടിയിൽ 4ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ ഒരു ജോബ് ഓഫർ വന്നു റൊമാനിയയിൽ നിന്ന്. 1 കൊല്ലത്തോളമായി അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തവണ ഞാൻ പുതുക്കാൻ വന്നപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടിയവന് പക്ഷേ എംബസിയിലേക്കുള്ള ഡേറ്റ് കിട്ടുന്നില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എംബസി അവൻ്റെ വിസയും ടിക്കറ്റും ആയിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഈ 4 മാസക്കാലത്തോളം ഞാൻ വളരെയധികം തീക്ഷ്ണമായി ഞാനും അവനും പ്രാർത്ഥിച്ചു. എന്നും മുടങ്ങാതെ ഞങ്ങൾ പള്ളിയിൽ പോകും. കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും ഞങ്ങൾ മുടക്കാറില്ല. അമ്മയോട് ഡെയിലി ബ്രെഡ് എന്നും 5:30 എഴുന്നേറ്റ് കാണുകയും ഷെയർ ചെയ്യും. അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചകളിലും മുടങ്ങാതെ കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവനാകെ വിഷമായിരുന്നു. ഒന്നും ശരിയാകുന്നില്ല അമ്മയെ, ഒന്നും ശരിയാകുന്നില്ല. ഞാൻ പറഞ്ഞു, നീ അമ്മയോട് പ്രാർത്ഥിക്കേ, അമ്മ നമുക്ക് തരാതിരിക്കില്ല എന്തായാലും. അച്ഛൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു പോയി. അന്ന് തന്നെയാണ് അവന് വിസ എംബസി ഡേറ്റ് കിട്ടിയത്. ഈ 19-ാം തീയതി ആയിരുന്നു, സെപ്റ്റംബർ 19-ാം തീയതി ആയിരുന്നു അവന് വിസ ഡേറ്റ് കിട്ടിയത്. അവൻ പോയി അവിടെ പോയി വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പും തൈലവും പുരട്ടിയാണ് അവൻ ഇൻ്റർവ്യൂവിന് പോയത്. അതെല്ലാം പാസ്സായി. ഈ 11-ാം തീയതി ഒക്ടോബർ 11-ാം തീയതി അവൻ്റെ വിസ അടിച്ച് കിട്ടി. മിനിഞ്ഞാന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ടിക്കറ്റ് ഡേറ്റ് പറയാമെന്നാണ് ഞാൻ വാക്ക് കൊടുത്തത്. ഇന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞു. 11-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച അവൻ റൊമാനിയയിലേക്ക് ജോബ് വിസയായിട്ട് പോവുകയാണ്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും വഴി നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കൂട്ടരുടെ മരം ഞങ്ങളുടെ വീട്ടിലേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് കൊല്ലങ്ങളായി. അവർ വലിയ മരമാണ്, അത് മറിഞ്ഞു വീണാൽ ഞങ്ങളുടെ ഷീറ്റും ഗേറ്റും എല്ലാം പോകും. ആ വീട്ടുകാർ ഒരു കാരണവശാലും അത് വെട്ടിമാറ്റാൻ തയ്യാറല്ലായിരുന്നു. കഴിഞ്ഞ 2-3 മാസം മുമ്പ് വൈകുന്നേരത്തെ നേരം ഒരു ചെറിയൊരു കാറ്റുണ്ടായുള്ളൂ. ആ മരം കടയോടെ പിഴുതു വന്ന് ഞങ്ങളുടെ ഷീറ്റിൻ്റെ മുകളിൽ വന്നിരുന്നു. ഞാൻ അപ്പോൾ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥിച്ച് വൈകുന്നേരം 6 മണിക്കാണ് സംഭവിക്കുന്നത്. പിന്നെ ഒരു കാറ്റുണ്ടായാൽ ഞങ്ങളുടെ മതിലും ഞങ്ങളുടെ വീടിൻ്റെ ഒരു റൂം ഷീറ്റിട്ടത് മൊത്തം പോകും. അതുപോലെ 4 മരങ്ങൾ കൂറ്റൻ മരങ്ങളായിരുന്നു. അതെല്ലാം ആ രാത്രി ഒരു കാറ്റും ഒരു മഴയും കൂടാതെ നിന്നു എന്നുള്ളതാണ് സത്യം. വൈകുന്നേരം ആയതുകൊണ്ട് വെട്ടിമാറ്റാൻ ആളുകൾ വന്നിട്ട് തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇലക്ട്രിക് ലൈൻ അതിൻ്റെ അടിയിൽ പോകുന്നു. ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടിയാണ് മരങ്ങൾ നിന്നിരുന്നത്. യാതൊരു ആപത്തും ഞങ്ങൾക്ക് ആർക്കും വരാതെ
പിറ്റേ ദിവസം ആ മരങ്ങളെല്ലാം മാതാവ് ഇടപെട്ട്, മാതാവിൻ്റെ വലിയൊരു പ്രവർത്തനം അതിനകത്തുണ്ട്, മധ്യസ്ഥ ശക്തിയാൽ അത് വെട്ടിമാറ്റപ്പെട്ടു. അതും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പിന്നെ എനിക്ക് ശാരീരികമായ അസുഖങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അലർജിക്കൽ രോഗം എനിക്ക് 10-12 വർഷത്തോളമായി. എൻ്റെ കാല് ചൊറിഞ്ഞ് തടിച്ച് പൊട്ടുമായിരുന്നു, സഹിക്കാനാവാത്ത വേദനയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ രോഗങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവും സ്ഥിരം ഞാൻ പുരട്ടി പ്രാർത്ഥിക്കും. വേദന കഠിനമായി വരുമ്പോൾ മാതാവ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈശോയോട് പറഞ്ഞ് മാറ്റിത്തരട്ടെ എന്നുള്ള ആ ഒരു മനസ്സോടുകൂടി തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ മരുന്ന് എടുക്കുന്നില്ല. 2 വർഷത്തോളമായി എനിക്ക് മരുന്ന് കഴിക്കുന്നില്ല. എൻ്റെ അലർജിയുടെ കടി മാറി കിട്ടി എനിക്ക്. അതുപോലെ എനിക്ക് മസിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിൽ കയറി പിടിക്കും. പിന്നെ ഉറങ്ങാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല, കിടക്കാൻ കഴിയില്ല. അതും രാത്രിയിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ മസിൽ കയറി പിടിച്ച് വേദനയോടെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ കയ്യിൽ അമ്മയുടെ മരുന്നല്ലേ ഇരിക്കുന്നത്. ആ മരുന്നെടുത്ത് ഞാൻ എൻ്റെ കാലിൽ ആ മസിൽ കയറിനോടുത്ത് തൊട്ട് പുരട്ടി. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ആ മസിൽ പിടുത്തുണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഷോൾഡർ പെയിൻ, അതുപോലെ നിരവധി അസുഖങ്ങൾ എനിക്ക് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് തരുന്ന പത്രം ഞാനും എൻ്റെ മകനും പള്ളികളിലും അക്രൈസ്തവർക്കും ഞങ്ങളുമായി ഇടപഴകുന്ന എല്ലാവർക്കും, രോഗികളായിട്ടിരിക്കുന്നവരെയൊക്കെ കണ്ട് അവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോകും, അവർക്ക് ഭക്ഷണം കൊടുക്കും. കൊച്ചുങ്ങളുടെ ഒരു ശിശുഭവനുണ്ട്, അവിടെ ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ കണ്ണ് കാണാത്ത കുറച്ച് ചേച്ചിമാർ താമസിക്കുന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ ഞങ്ങൾ പോയി 1 മാസത്തേക്ക് അവർക്ക് ഫുഡിനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. വസ്ത്രങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതെല്ലാം പിന്നെ രോഗികളായിട്ട് കഴിയുന്ന മരുന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ഞങ്ങളാലാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും വലുതായിട്ട് ഈ അനുഗ്രഹം, അച്ഛൻ പറയുന്നത് പോലെ ജോസഫ് അച്ഛൻ ഇന്നും ധ്യാനത്തിൽ പറയും, അനുഗ്രഹങ്ങൾക്കല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കൃപകൾക്കാണ്. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ കൃപകൾ വാരിക്കോരി ദൈവം തന്നിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരം പള്ളിയിൽ പോകും, വിശ്വാസമുണ്ട്, പ്രാർത്ഥനയെല്ലാം ഉണ്ടെങ്കിലും സ്ഥിരമായി പള്ളിയിൽ ഞാൻ പോയിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം സ്ഥിരമായി എനിക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നു. വിശുദ്ധ കുർബാന, ഒരു ദിവസം കുർബാന കണ്ടില്ലെങ്കിൽ അത് എനിക്ക് വല്ലാത്തൊരു വിഷമം പോലെയായിരുന്നു എനിക്ക് തോന്നാം. ഞാൻ എങ്ങനെയെങ്കിലും എത്ര ബുദ്ധിമുട്ടിയായാലും ഞാൻ പോകുമായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കും. പിന്നെ ഒരൊറ്റ ദിവസം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന മുടക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. എവിടെ പോയാലും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാം ഉള്ളൂ. ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ സ്ഥിരം 5:30 എഴുന്നേറ്റ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഇട്ട് തുടങ്ങിയ അന്ന് മുതൽ ഞാൻ ഒരൊറ്റ ദിവസം മുടങ്ങാതെ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. ധ്യാനങ്ങളും എൻ്റെ അടുക്കളയിൽ ജീവിതത്തിൽ ഭൂരിഭാഗവും അച്ഛൻ്റെ പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളുമാണ് ഞാൻ വെച്ച് കേൾക്കാറുള്ളത്. അതെനിക്കൊരു വലിയൊരു ശക്തിയാണ്. ഞാൻ തളർന്നു പോകുന്ന പല സന്ദർഭങ്ങളിലും എന്നെ ശക്തിപ്പെടുത്തുന്ന പല വചനങ്ങളും എനിക്ക് അതിലൂടെ ലഭിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ക്ഷുദ്രജീവികളുടെ കടികൊണ്ട് വേദനിച്ച് തലമരവിപ്പ് വന്ന ഒരു സംഭവം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതെൻ്റെ ഹസ്ബൻഡായിരുന്നു. ഹസ്ബൻഡിന് കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ തന്നെ കട്ടുറുമ്പ് കടിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ ശരീരം മൊത്തം അങ്ങോട്ട് തടിച്ചു വീർത്തു. ഞാൻ ഉടനെ എൻ്റെ കയ്യിൽ വേറെ മരുന്നൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് ഈ കൃപാസനത്തിൽ വെഞ്ചിരിച്ച ഉപ്പും തൈലവുമാണ്, കാശ്രുവാണ് എൻ്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ. ആ ഉപ്പ് എടുത്ത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ആ കടിക്കുന്ന ഭാഗത്തെല്ലാം നിങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പുരട്ടിയതിൻ്റെ ഫലമായിട്ട് കടി അവിടെ നിന്നു. പക്ഷേ തടിച്ചു വീർത്തു. കൈയും കാലും കണ്ണും മുഖം തല തൊട്ട് കാല് വരെ തടിച്ചു വീർത്തു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എനിക്ക്. ഞാൻ പറഞ്ഞു, അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഹാർട്ട് പേഷ്യൻ്റാണ് എൻ്റെ ഹസ്ബൻഡ്, എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നാൽ അവർ സമ്മതിക്കില്ല. ഉടനടി ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിക്കാനേ അവർ പറയുള്ളൂ. ആൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കണ്ട. പക്ഷേ എനിക്ക് ഈ പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും അമ്മ ഇടപെടുകയും കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും ഒക്കെ വരുമ്പോഴും ഞാൻ അമ്മയിൽ തന്നെ ശരണം വയ്ക്കും. ഏശയ്യ 43:2 എന്ന വചനം എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു വചനമാണ്. നീ സമുദ്രത്തിലൂടെ പോയാലും നീ താണു പോവില്ല, നദി നിന്നെ മുക്കിക്കളയില്ല,
അഗ്നിയിലൂടെ പോയാൽ നിനക്ക് അഗ്നി പൊള്ളലേൽക്കില്ല, ജ്വാലകൾ നിന്നെ വിഴുങ്ങുകയില്ല, ഞാനാണ് കർത്താവ് എന്ന് യേശു പറയുന്ന ആ വചനം എന്നെ വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴെല്ലാം ഞാൻ ബൈബിളെടുത്ത് വായിക്കും. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ സംഭവം ആ ക്ഷുദ്രജീവികൾ കടിയേറ്റ് ആ തലമരവിവ് ഓട്ടോറിക്ഷയിൽ കയറി ഒരു കസിൻ്റെ വീട്ടിൽ പോകാനായിട്ടിരുന്ന സമയത്താണ് ഇതുണ്ടായത്. ആൾ കൂട്ടാക്കാതെ ഓട്ടോറിക്ഷ കയറിയിരുന്ന സമയത്ത് ആളുടെ തല ഇങ്ങനെ മന്നിച്ച് ഇങ്ങനെ പോകാം. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം, നമുക്ക് ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. പക്ഷേ തിരിച്ചു വന്നു. ഇതുപോലെ തന്നെ കാശുരൂപവും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം, എല്ലാവരും ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് എത്തി ഡോക്ടർ കണ്ട ഉടനെ ഈ രോഗം എവിടെ നിൽക്കാൻ പോയേ, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം അത് മാതാവിൻ്റെ ഒരു വലിയൊരു മാധ്യസ്ഥ ശക്തി കൊണ്ട് മാതാവ് ഇടപെട്ട് അത് മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഒരു സൗഖ്യം എൻ്റെ ഹസ്ബൻഡിന് കിട്ടി. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും അല്പം ദേഷ്യം കൂടുതലുള്ളവരാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വളരെയധികം സാധിച്ചു. പല കാര്യങ്ങളിലും ഞങ്ങൾ ക്ഷമിക്കാൻ പഠിച്ചു. അതുപോലെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ ക്രിസ്തീയരാണെങ്കിലും ബൈബിളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും വായിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആത്മീയമായി ഇത്രയൊന്നും വളരാനായിട്ട് സാധിച്ചില്ല. ഉടമ്പടിയിലൂടെയാണ് ഒരുപാട് വളർച്ച ഇന്നത്തെ മക്കൾക്ക് ലഭിക്കുന്നുണ്ട്. പള്ളികളിലായാലും എല്ലാ ആളുകളും ഉടമ്പടിയിലൂടെ ഒരുപാട് പ്രാർത്ഥിക്കുകയും അച്ഛന് ധ്യാനം കേൾക്കുന്നത് ഞങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ എല്ലാ ദാനങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി. എൻ്റെ അമ്മ പറഞ്ഞ പോലെ ഡിസ്കിൻ്റെ ഒരു പ്രശ്നം പെട്ടെന്നായിരുന്നു അത് വന്നത്. അപ്പോൾ ഭയങ്കരമായിട്ടും പെയിനും കാര്യങ്ങളായിട്ട് 2-3 ഹോസ്പിറ്റലിൽ കയറി, ഓർത്തോ ഡോക്ടറെ കണ്ടു. അവർ പറഞ്ഞു ഡിസ്കിനകത്ത് മറ്റേ നടുവിൻ്റെ എല്ലിന് വേദന വന്നതായിരിക്കും പറഞ്ഞു. അങ്ങനെ വേദന മാറാണ്ടായിട്ട് ആയുർവേദത്തിൽ കൊണ്ടുപോയി കാണിച്ചു. ആയുർവേദം കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഡിസ്ക് ബൾജായതാണ്, എല്ല് തേയ്മാനമുണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 1.5 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് അവിടെ എടുത്തു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 6 മാസം ബെഡ് റെസ്റ്റ് തന്നെ വേണം, വണ്ടി ഓടിക്കാൻ പാടില്ല, എവിടെയും പോകാൻ പാടില്ല. കാരണം എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ വണ്ടി ഓടിച്ച് തന്നെ പോകണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എല്ലാ ദിവസവും മരുന്ന് പെറ്റി കഴിഞ്ഞിട്ട് തൈലവും ഉപ്പും മിക്സ് ചെയ്തിട്ട് നടുവിന് പെറ്റിത്തരും. അതുപോലെ കുളിക്കണ സമയത്ത് വെള്ളത്തിൽ ഉപ്പിടും. അങ്ങനെയൊക്കെ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മാറ്റം വന്നു. എനിക്ക് നല്ല രീതിയിൽ നടുവിന് പെയിൻ മാറി. പിന്നെ ഒരാഴ്ചയും കൂടെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് വണ്ടി ഓടിക്കാനും കാര്യങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുപോലെ ആ ഒരു വേദന പിന്നെ എനിക്ക് ഇതുവരെ എനിക്കൊരു അത്ര എക്സ്ട്രീം വേദനയോ കാര്യങ്ങളൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല ആ ഒരു ഇതിന് ശേഷം. പിന്നെ ജോലിയുടെ കേസ് എനിക്ക് കുറേ നാളായിട്ട് ഞാൻ ജോലി അന്വേഷിച്ച് നടന്നിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലായിടത്തും ടെമ്പററി ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ സങ്കടപ്പെട്ടിട്ടുണ്ട്, ജോലിയൊന്നും കിട്ടുന്നില്ല ഇതായിട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 1 മാസം 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഫ്രണ്ട് വഴി ഒരു ഓഫർ വന്നു, റൊമാനിയ എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ കൺട്രി. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടു. പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നു. പ്രൊസീജിയേഴ്സ് നടന്നപ്പോഴും 6 മാസം എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രൊസീജിയറായി. 6 മാസം കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷം ആവാറായിട്ടും ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ആയി കിട്ടിയത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ വന്ന് അമ്മ ഇത് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എംബസി ഡേറ്റ് കിട്ടി. എംബസിയിൽ പോയി. എൻ്റെ പേര് മരിയ ലിഞ്ചു. ഞാൻ കൊച്ചി രൂപത കുമ്പളങ്ങി സാന്റ് ജോസ് ഇടവക അംഗമാണ്. ഞാൻ 11/4/2023 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാനൊരു നഴ്സാണ്. എല്ലാവരെയും പോലെ അബ്രോഡ് ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ ജോലി റിസൈൻ വെച്ച് വന്നു. ഞാൻ ജർമ്മനിയിലേക്കാണ് പോകാനായി ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഞാൻ ജർമ്മൻ കോഴ്സ് ചെയ്തു. എൻ്റെ എക്സാമിൻ്റെ സമയമായപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. B2 എക്സാം എന്ന് പറയുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് റീഡിംഗ് ആയിരുന്നു. ഞാൻ ബാക്കി 3 മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തു. റീഡിങ് എനിക്ക് 6 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി നന്നായിട്ട് ചെയ്തെങ്കിലും പിന്നീട് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നിരാശ എന്നിലേക്ക് കടന്നു വന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹോസ്റ്റലിലല്ലേ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ
ഒരു ഓൾഡ് ഏജ് ഹോം ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഞാൻ അവിടെ പോയി അവരെ കാണുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. സെപ്റ്റംബറിൽ ഞാൻ ഡേറ്റ് എടുത്തു. എക്സാമിന് ഞാൻ പോയപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചാണ് പോയത്. ഇത്തവണയും പാസ്സായില്ലെങ്കിൽ എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് അവിടെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്തിട്ട് പ്രാർത്ഥിച്ചു. ഇനി ഞാൻ എക്സാം എഴുതാൻ ഒരു സ്ഥലത്തും പോകാനിടവരല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ അവിടെ പ്രാർത്ഥിച്ച് ഉപ്പിട്ടത്. ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചാണ് ഞാൻ എക്സാം എഴുതിയത്. എക്സാമിന് വേണ്ടി ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ സീറ്റ് നമ്പർ 6 ആയിരുന്നു. ഞാൻ എക്സാം എഴുതി. വളരെ നല്ല എക്സാം ആയിരുന്നു. ഞാൻ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഞാനിവിടെ ഉടമ്പടി ആരാധനയിൽ വന്നപ്പോൾ അച്ഛൻ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു 6 എന്ന് പറയുന്നത് മാതാവിൻ്റെ നമ്പറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവിടെ വെച്ച് തന്നെ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മ ഇപ്രാവശ്യം ഞാൻ എക്സാം പാസ്സാവും. അങ്ങനെ അതുപോലെ തന്നെ ഒക്ടോബറിൽ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ എൻ്റെ റീഡിങ് എക്സാം ഞാൻ പാസ്സായി. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് അമ്മയ്ക്ക് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഈ എക്സാം പാസ്സാവാതിരുന്ന സമയത്ത് എനിക്ക് ജോലിയൊന്നും ശരിയാവുന്നില്ല. ഞാൻ പല ഏജൻസികളിലും ഞാൻ ചോദിച്ചപ്പോൾ അവർ ഫുൾ മൊഡ്യൂളിലാണ്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ആകെ 3 മൊഡ്യൂൾ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് വെച്ച് ഒരു ഏജൻസിയിൽ ഞാൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് ആ സമയത്ത് എക്സാം പാസ്സാവുന്നതിന് മുമ്പ് തന്നെ അവരെനിക്കൊരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു. ഞാൻ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 8 മാതാവിൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ സെപ്റ്റംബർ 8 ആവാൻ നിന്നില്ല. അതിക്ക് മുമ്പ് തന്നെ മാതാവ് എനിക്കൊരു ഇൻ്റർവ്യൂ തന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഞാൻ ഉടമ്പടി ഉപ്പും തൈലമൊക്കെ ഉപയോഗിച്ചാണ് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി. പിറ്റേ ദിവസം തന്നെ എനിക്ക് കോൺട്രാക്റ്റ് വന്നു. അതിനും അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതിനുശേഷം എൻ്റെ എക്സാം ഞാൻ പാസ്സായി, കോൺട്രാക്റ്റൊക്കെ കിട്ടി. പിന്നെ ഇനിയിപ്പോൾ എല്ലാം ശരിയായല്ലോ. പതിയെ ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ ഉഴപ്പി. ഞാൻ പ്രാർത്ഥന മാത്രമേ ചൊല്ലുള്ളായിരുന്നു. കാരണം പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. വീണ്ടും 1 വർഷം എൻ്റെ പ്രോസസ്സിങ് താമസിച്ചു. പല കാര്യങ്ങളാണ് പ്രോസസ്സിങ്ങിന് താമസം വന്നത്. എനിക്ക് പല ഡോക്യുമെൻറ്റ്സും കിട്ടിയില്ല. അതിലൊരു വലിയ തടസ്സം എന്ന് പറഞ്ഞാൽ എൻ്റെ CEO, എന്നെ ഇൻ്റർവ്യൂ എടുത്ത CEO മരിച്ചുപോയി. പിന്നെ വന്ന ഒരു CEOയ്ക്ക് എന്നെ അറിയില്ല. അയാൾക്ക് എന്നെ ഇൻ്റർവ്യൂ എടുത്ത ഒരു പരിചയമില്ല. അയാൾക്ക് ഞാൻ ഒരു സ്ട്രേഞ്ചറായിരുന്നു. അതുകൊണ്ട് പല ഡോക്യുമെൻറ്റ്സും അയാൾ എനിക്ക് തന്നില്ല. അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് റിജക്ഷനായി വിസ. പിന്നെ വീണ്ടും ഞാൻ തകർന്നു. പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഞാൻ മാറി. എനിക്ക് ഇനി വയ്യ, പ്രാർത്ഥിക്കാനൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരവസ്ഥയൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പയ്യെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. 1 വർഷം എടുത്തു പ്രോസസ്സിങ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ പാസ്സായതാണ്. പിന്നെ എനിക്ക് പ്രാർത്ഥനയിലൊന്നും മുന്നേറാൻ പറ്റുന്നില്ല. ഒരു പോയിൻ്റ് എത്തിയപ്പോഴേക്കും എനിക്ക് തന്നെ തോന്നി ഞാൻ ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് അതിന് വേണ്ടിയല്ലല്ലോ. അച്ഛൻ പറയുന്ന പോലെ ജർമ്മൻ എന്ന് പറയുന്നത് എൻ്റെ ദൈവമായിട്ട് മാറി. ഞാൻ എൻ്റെ ഈശോയിൽ നിന്നൊക്കെ ഞാൻ അകന്നു. ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മ എനിക്കൊരു ധ്യാനത്തിലൊന്ന് പോകണം, എനിക്ക് നല്ലതൊരു കുമ്പസാരം വേണം എന്ന് ഞാൻ അമ്മച്ചിനോട് അങ്ങോട്ട് ഞാൻ ഡിമാൻഡ് ചെയ്തു. ആ സമയത്ത് ഒരു ദിവസം ഉടമ്പടി ആരാധനയിൽ അച്ഛൻ പറഞ്ഞു, അച്ഛനൊരു ദർശനം ഉണ്ടായി. ഒരു മാലാഖ കാണുന്നു. 44 ദിവസം അച്ഛൻ ഡേറ്റ് ഇട്ടു. അച്ഛൻ പറഞ്ഞു, ഒത്തിരി നാളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നടക്കാത്തൊരു കാര്യം ഈ 44 ദിവസത്തിനുള്ളിൽ അതിലൊരു തീരുമാനം ഉണ്ടാകും, നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനതിലുറച്ച് വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അച്ഛനത് പറഞ്ഞന്ന് തന്നെ ഞാൻ ഒരു ബുക്കിൽ ഞാൻ ഡേറ്റുകൾ എഴുതിയിട്ടു. അച്ഛൻ അത് എനിക്ക് ജർമ്മനിയിൽ നിന്ന് വിസക്ക് വെക്കാൻ ഒരു ഡോക്യുമെൻ്റ് ഈ പറഞ്ഞ എംപ്ലോയർ തരുന്നുണ്ടായിരുന്നില്ല. ഞാനതിനുണ്ട് ഒത്തിരി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. അച്ഛൻ ഇങ്ങനെ ഡേറ്റ് പറഞ്ഞു. പിറ്റേ ആഴ്ച തന്നെ എനിക്ക് ആ ഡോക്യുമെൻ്റ് കിട്ടി. പിന്നീടുള്ള തടസ്സം പിന്നെ VFSൽ ഡേറ്റ് കിട്ടാനാണ്. ആ സമയത്താണ് ഞാൻ ധ്യാനത്തിന് പോയി. ഒരു നല്ല കുമ്പസാരം അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ ഒരു വലിയൊരു അനുതാപം നമ്മളെ ഉടമ്പടിയിലേക്ക് അടുപ്പിക്കും. ഞാൻ ധ്യാനത്തിന് പോയി നന്നായിട്ട് ഞാൻ കുമ്പസാരിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കുമ്പസാരമായിരുന്നു അത്. എനിക്ക് ഒത്തിരി ആൾക്കാരോട് ക്ഷമിക്കാനും എനിക്ക് തന്നെ മാറാനുണ്ടായിരുന്നു. ഞാൻ ആ ധ്യാനം കഴിഞ്ഞു. ഞാൻ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 8 എനിക്ക് VFSൽ വെക്കാൻ വേണ്ടി ഒരു ഡേറ്റ് മാതാവ് എനിക്ക് അപ്പോയിൻമെൻറ്റ് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 6-ാം തീയതി ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി എൻ്റെ ഫോൺ എടുത്തപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് മാതാവ് സെപ്റ്റംബർ 8 വിസക്ക് വെക്കാനായിട്ട് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാനിതൊക്കെ ചോദിക്കാൻ നിന്ന പോലെ ആയിരുന്നു മാതാവ് എനിക്ക് എല്ലാം ഒരുക്കി തന്നത്. സെപ്റ്റംബർ 8 ഞാൻ
ബാംഗ്ലൂർ VFS പോയി. അതിനു മുമ്പേ ഞായറാഴ്ച, ഒരു തിങ്കളാഴ്ചയായിരുന്നു, അതിൻ്റെ തലേ ദിവസം ഞായറാഴ്ച ഞാൻ ഇവിടെ വന്ന് ഈ ആൾക്കാരുടെ മുമ്പിലിരുന്ന് എൻ്റെ എല്ലാ ഡോക്യുമെൻസും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ആദ്യം സബ്മിറ്റ് ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലവും ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെൻസിലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ VFS കൊണ്ടുപോയി ഞാൻ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് പല പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഡേറ്റ് വരും, 15 എന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയില്ല, ഞാനത് ആരോട് പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നതാണെന്ന് വിചാരിച്ചു. എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, മാതാവ് എനിക്ക് പ്രാവശ്യം തരും. കാരണം ഇപ്രാവശ്യത്തെ എൻ്റെ ഉടമ്പടി നല്ല ഉടമ്പടിയായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് സെപ്റ്റംബർ 14 എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 2:30 കഴിഞ്ഞപ്പോൾ പാസ്പോർട്ട് കിട്ടി. ആ സമയം മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണ്. അതൊക്കെ എനിക്ക് മാതാവ് തന്ന സൂചനയാണ്. ഞാൻ അപ്പോഴൊന്നും തുറന്നില്ല. ഞാനിവിടെ വന്ന് തന്നെ ഞാനും എൻ്റെ അപ്പച്ചനും അമ്മച്ചും കൂടി വന്നു. ഈ മാതാവിന് മുമ്പിലിരുന്ന് ഞാൻ എൻ്റെ ആ കൊറിയർ പൊട്ടിച്ചു. അതിലെനിക്ക് വിസ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സെപ്റ്റംബർ 15 മുതലാണ് എൻ്റെ വിസ മാതാവ് എനിക്ക് തന്നത്. അതിനുശേഷം അതിന് മാതാവിന് ഒരുപാട് നന്ദി. അതിനുശേഷം ട്രാവലിംഗ് ഡേറ്റിന് ടിക്കറ്റ് അതും എംപ്ലോയർ തരുന്നുണ്ടായിരുന്നില്ല. അതിനും പല തടസ്സങ്ങളായിരുന്നു. അതിനും ഞാൻ ഡേറ്റ് ഇട്ടിരുന്നു. ഇന്ന് 5-ാം തീയതിക്ക് മുമ്പേ മാതാവേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണം. എനിക്കതിന് മാതാവ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ സത്യം പറഞ്ഞാൽ ശനിയും ഞായറും ജർമ്മനിയിൽ അവധിയാണ്. അതുപോലെ ഏജൻസിക്കാരും അവർക്കും ഹോളിഡേ ആണ്. അവരൊന്നും നമ്മളെ കാര്യമൊന്നും ചെയ്യില്ല. മൺഡേ പറയാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കറിയില്ല. ഞാനത് ചോദിക്കാൻ വേണ്ടി നിന്ന പോലെ ഇന്നലെ എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നു. ഈ വരുന്ന വ്യാഴാഴ്ച 9-ാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇതെല്ലാം സാധിച്ചു കിട്ടുമെന്ന്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതുമാത്രമല്ല, എനിക്ക് ഒരു 2 വർഷം ഞാൻ ജോലി ചെയ്ത സമയത്തൊക്കെ എൻ്റെ ഷോൾഡറിന് താഴെ ഒരു വലിയ പെയിനായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കസേരയിൽ കുറച്ച് നേരം ഇരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോൾ ഞാൻ ICUലാണ് വർക്ക് ചെയ്തത്. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതൊരു മുഴ പോലെയായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്, അത് മാറില്ല, നിൻ്റെ ജീവിതകാലം മുഴുവൻ അതൊരു പെയിനായിരിക്കും, നീ ഫിസിയോ ചെയ്യണം, മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ജീവിതകാലം മുഴുവൻ ഒരു ഈ വേദന സഹിച്ച് ഞാൻ നടക്കണ്ടേ. പക്ഷേ ഡോക്ടർ പറഞ്ഞതിൽ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ, എൻ്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ഞാൻ കുരിശ് വരച്ച് അവിടെ തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു ഫിസിയോയും ചെയ്തില്ല, ഒരു മരുന്നും കഴിച്ചില്ല. ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് അങ്ങനൊരു വേദന വന്നിട്ടില്ല. ഇത്രയും അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത്, ഇവിടുത്തെ പത്രം മേടിച്ചുകൊണ്ട് പോവും. ഞാൻ പറവൂരാണ് പഠിച്ചതും ജോലി ചെയ്തതൊക്കെ. അപ്പോൾ അവിടെ ഹിന്ദുക്കളും മുസ്ലിംസാണ് കൂടുതലുള്ളത്. ഞാൻ ക്രിസ്ത്യൻസിന് അങ്ങനെ പത്രം കൊടുക്കാറില്ല, ഞാൻ ഹിന്ദുക്കൾക്കാണ് കൊടുക്കാറ്. ഞാൻ എല്ലാ മാസവും ഒരു സ്ഥലത്ത് കൊടുക്കാറില്ല, പല സ്ഥലത്ത് മാറി കൊടുക്കും. ഒരു പ്രാവശ്യം കണ്ടില്ലെങ്കിൽ അവരെന്നോട് ചോദിക്കും എന്താ കഴിഞ്ഞ പ്രാവശ്യം വരാഞ്ഞ്. കാരണം അവർക്ക് ആരും പത്രം കൊടുക്കാറില്ല, ഞാൻ മാത്രമാണ് അവിടെ കൊടുക്കാറുണ്ടായിരുന്നത്. പിന്നെ ഞാൻ VFS പോയപ്പോൾ ബാംഗ്ലൂരാണ് ഞാൻ പോയത്. ഞാൻ കന്നഡ പത്രം മേടിച്ചുകൊണ്ട് പോയി. എനിക്ക് കന്നഡ അറിയില്ല, എനിക്കറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു. പലരും എന്നോട് ഇങ്ങോട്ട് വന്ന് പത്രം മേടിച്ചിട്ട് പോയി, കന്നഡക്കാർ. അവരുടെ കഴുത്തിൽ ഞാൻ കണ്ടു കൃപാസനത്തിലെ മാതാവിൻ്റെ കാശുരൂപം. എനിക്കതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും മാതാവിനെ എല്ലാവരും അറിയുന്നുണ്ടല്ലോ എന്നോർത്തത്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകും. എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. അവർക്കൊന്നും വേണ്ട, ആക്ച്വലി അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നാൽ മതിയാവും. ഞാൻ അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കും, അവരുടെ കൂടെ വർത്താനം പറയും, പാട്ടൊക്കെ പാടി. അത് തന്നെ ഒരു വലിയൊരു കാര്യമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്ന പാവപ്പെട്ടവരായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് 2017 2018 ഞാനിവിടെ വന്ന് എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കൊറോണയുടെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഉടമ്പടി ഞാൻ ഡ്രോപ്പ് ചെയ്ത് അത് വേണ്ടാതെ വെച്ചു. അതിനുശേഷം എൻ്റെ മോൾക്ക് B2 പരീക്ഷ പാസ്സാകാതെ വന്നപ്പോഴാണ് ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് 9/3/2024 ഞാൻ രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ മോളുടെ ജർമ്മൻ പരീക്ഷ തന്നെയായിരുന്നു. ഞാൻ രണ്ടാമത് പുതുക്കിയതിന് ശേഷം പുതുക്കിയ ദിവസം ആ മാസം തന്നെയാണ് മോള് B2 പരീക്ഷ പാസ്സായതും. ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അവൾ പറഞ്ഞതുപോലെ. കാരണം അവൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരില്ല,
വീട്ടിൽ വന്നാലും എല്ലാവരും ചോദിക്കാൻ പോകുന്നില്ലേ അങ്ങനെ ഒത്തിരി സങ്കടവും ആരെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഫാമിലി മുഴുവനും എനിക്ക് വേണ്ടി ഒത്തിരി എൻ്റെ ഫാമിലീസും ഒത്തിരി എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ മാതാവ് ഞങ്ങൾക്ക് വലിയ കൃപ തന്ന് എൻ്റെ മോൾ എക്സാം പാസ്സാകാനായിട്ടുള്ള കൃപ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഞങ്ങൾക്കൊരു വഴി പ്രശ്നം. ഞങ്ങൾക്ക് മാത്രം വഴി ഉണ്ടായിരുന്നില്ല, കാരണം അത്ര ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും ആരും കടന്നു വരില്ല, അത്രയും മോശമായൊരു വഴിയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് മാതാവിൻ്റെ കിണറ്റിൽ നിന്ന് ഇത്തിരി മണ്ണെടുത്തുകൊണ്ട് പോയി ഞാൻ ആ വഴിയിൽ നീളെ ഇട്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളുടെ മെമ്പർ തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വഴിക്കുള്ള ഒരു ഫണ്ട് റെഡിയാകുന്നുണ്ടെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. എന്നിട്ട് അത് നടന്നില്ല, അത് പിന്നെയും അത് ഡ്രോപ്പായി പോയി. അതിനുശേഷം ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എനിക്ക് എവിടം തൊട്ട് എവിടം വരെ ആണോ വഴി ആവശ്യമുള്ളത് ആ ഭാഗത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് വെതറി പ്രാർത്ഥിച്ച് ഞാൻ വെതറി ഇങ്ങോട്ട് MLAയുടെ പ്രത്യേക ഫണ്ട് 5 ലക്ഷം രൂപയുടെ പ്രത്യേക ഫണ്ട് ഞങ്ങൾക്ക് പാസ്സായി. 25 വർഷമായിട്ട് നടക്കാതിരുന്ന വഴി 1.5 മാസം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ 3-ാം വാർഡിൽ കുമ്പളങ്ങിൽ 3-ാം വാർഡിലെ ഏറ്റവും നല്ല വഴിയായിട്ട് അമ്മ മാതാവ് എനിക്കത് റെഡിയാക്കി തന്നു. അതുപോലെ തന്നെ എൻ്റെ എനിക്കും ഭയങ്കര ദേഷ്യം വരും, എൻ്റെ മോനുമൊക്കെ ദേഷ്യം വരും. അപ്പം ഞങ്ങൾ ഉടമ്പടി ഉപ്പ് രാവിലെ കഴിക്കുന്ന ചായയിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടാണ് ഞാൻ എല്ലാവർക്കും ചായ കൊടുത്തിരിക്കണത്. വിശ്വാസ പ്രമാണം ചൊല്ലി വല്ലപ്പോഴും ഉപ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് മാതാവിൻ്റെ തൈലം അതിൽ ഞാൻ ഒരു ഡ്രോപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുന്നത്. എനിക്ക് തന്നെ ഒത്തിരി മാറ്റം വന്നു, കാരണം എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാനായിട്ടൊക്കെ സാധിച്ചു. അതുപോലെ മോള് പറഞ്ഞ പോലെ ധ്യാനം കൂടിയപ്പോൾ എനിക്കും കുമ്പസാരിക്കാൻ, അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം. ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന കൂടും. എനിക്കൊരു ദിവസം പരിശുദ്ധ കുർബാന കൂടിയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതെനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. പക്ഷേ ഉടമ്പടിയിലായപ്പോൾ തൊട്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട്, അതായത് വിശ്വാസത്തോടെ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും നോക്കാതെ തന്നെ എനിക്ക് പരിശുദ്ധ കുർബാന കാണുവാനും സ്വീകരിക്കുവാനും ഒക്കെ എനിക്ക് ഒത്തിരി സാധിച്ചു. അതുപോലെ പ്രാർത്ഥന, ജപമാല ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. സന്ധ്യപ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഇതെല്ലാം ഞാൻ മുടക്കം കൂടാതെ ചെയ്യാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ അതെല്ലാ ദിവസവും കൂടുകയും ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടുകയും മറ്റുള്ളവർക്ക് എനിക്ക് പറ്റുന്ന ആർക്കാണോ നമുക്ക് ഇത് ആവശ്യമെന്ന് അവർക്കെല്ലാവർക്കും ഞാൻ ഇട്ടത് കൊടുക്കാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ എല്ലാ ആഴ്ചത്തെയും ഉടമ്പടി ധ്യാനം അത് അന്ന് തന്നെ ജോലിക്ക് പോണത് കൊണ്ടിട്ട് എനിക്ക് അന്ന് തന്നെ കൂടി തീർക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണെങ്കിലും എൻ്റെ ജോലി അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫോൺ വെച്ച് ഞാൻ എൻ്റെ ഉടമ്പടി ധ്യാനം കൂടി തീർക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മമ്മ. അതുപോലെ ചെറിയൊരു അസുഖം ഇപ്പം വന്നാലും ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഉടമ്പടി തൈലമെടുത്ത് പുരട്ടി അത് എല്ലാവർക്കും, എൻ്റെ മകനും ജീവിത പങ്കാളിക്കും അതുപോലെ എൻ്റെ കൂടപ്പിറപ്പങ്ങൾക്കൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും അവരോട് പറയും, നിങ്ങൾ മാതാവിൻ്റെ ഉപ്പെടുത്ത് കഴിക്കണം. അങ്ങനെയാണ് ഞാൻ അവരോട് പറയുന്നത്. അതുപോലെ 1-2 പേരെ ഞാൻ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരനെയും സഹോദരിയൊക്കെ ഉടമ്പടി എടുപ്പിച്ചു. അതിലൂടെ അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ടും കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണപ്പൊതി ഉണ്ടാക്കി ഞങ്ങൾ കൊടുക്കാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഒതുങ്ങണ പോലെ എനിക്ക് അധികമൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം പിള്ളേർ പഠിക്കുന്നത് കൊണ്ടൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പിന്നോക്ക അവസ്ഥയായതുകൊണ്ട് എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യാൻ പറ്റിയ എല്ലാ സാമ്പത്തിക സഹായം കൂടപ്പിറപ്പങ്ങൾക്കും സഹോദരങ്ങൾക്കും തൊട്ടടുത്തുള്ളവർക്കും നമുക്ക് പറ്റുന്നവർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. മരണം വരെ ഇതുപോലെ അമ്മയുടെ തിരുസന്നിധാനത്തിൽ ഉടമ്പടിയിൽ ജീവിക്കാനാണ് എനിക്ക്, അതുപോലെ എൻ്റെ മക്കൾക്കും എൻ്റെ തലമുറയും ഇതുപോലെ വിശ്വാസത്തോടുകൂടി ജീവിക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു തന്നെ ചെയ്താലും അത് പിതാവാൻ ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തു വഴി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. കൊളോസസ് 3:17. ത്രിയേക ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഷാനി. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എൽദോസ്. ഇത് മോന് എയ്ഡൻ, മോള് സേറ.
ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് അത് 2022 ഓഗസ്റ്റിലാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തീർത്ഥാടന ഉടമ്പടി എടുത്തു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. പക്ഷേ അന്നേരം ഉടമ്പടി എടുക്കാൻ ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. വീണ്ടും ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടി വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മാതാവ് വഴി ഈശോ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി തന്നെ ഞാനൊരു നേഴ്സാണ്. ഞാൻ 12 വർഷമായിട്ട് ജോലിക്ക് പോകണ്ടായില്ല. കല്യാണം കഴിഞ്ഞ ശേഷം പിള്ളേരെ നോക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആളില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകണ്ടായില്ല. അങ്ങനെ മോനിച്ചിരി പ്രായമായപ്പം 3-4 വയസ്സായപ്പോഴേക്കും ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 12 വർഷമായിട്ടില്ലാതിരുന്ന ജോലി ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിൽ നൽകി ഈ ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. വീണ്ടും എനിക്ക് 14 വർഷമായിട്ട് ഇറഗുലർ പീരീഡ്സ് ഉണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിൽ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തൈലം, തേൻ എന്നിവ ഉപയോഗിച്ചത് വഴി നോർമലായി തന്ന് ഈശോയും മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് 4 വർഷമായിട്ട് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതും ഉടമ്പടി എടുത്ത് 9 മാസത്തിനുള്ളിൽ ഈശോ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. വീണ്ടും എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു 1 വർഷമായിട്ട്. അത് ഉടമ്പടി എടുത്ത് 4 മാസത്തിനുള്ളിൽ നോർമലാക്കി തിന്ന് ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ചിരുന്നു. വീണ്ടും എൻ്റെ മോൾക്ക് സൺഡേ സ്കൂളിൽ എക്സാമിന് ഡിസ്ട്രിക്ട് ലെവലിൽ 3rd റാങ്ക് നൽകി ഈശോയും മാതാവും അനുഗ്രഹിച്ചു. വീണ്ടും മോൾക്ക് സൺഡേ സ്കൂളിൽ സിംഗിൾ സോങ് മത്സരത്തിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് പ്രൈസ് കൊടുത്ത് ഈശോയും മാതാവും അനുഗ്രഹിച്ചു. വീണ്ടും എനിക്ക് ഹെമറോയിഡ്സ് ഉണ്ടായിരുന്നു. അത് 3 മന്ത് മെഡിസിൻ കഴിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിനുശേഷം സർജറിയാണ് പറഞ്ഞിരുന്നത്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തൈലം, തേൻ ഇവ ഡെയിലി ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് സർജറി കൂടാതെ തന്നെ പുനഃസൗഖ്യം തന്ന് ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും നും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. വീണ്ടും എൻ്റെ ഹസ്ബൻഡിന് കോൺട്രാക്റ്റ് വർക്കാണ്. ഹസ്ബൻഡിൻ്റെ ഒരു പേയ്മെൻറ്റ് ഡിലേ ആയി കിടക്കുകയായിരുന്നു. അപ്പോൾ അത് ഇവിടെ ജൂൺ 30 എന്നൊരു ഡേറ്റിൽ ഞാൻ ഉടമ്പടി പുതുക്കി പോയി. അതിനുശേഷം ജൂലൈ 6 എന്ന ഡേറ്റാണ് വെച്ചിരുന്നത്. ഒരാഴ്ച ഗ്യാപ്പിൽ ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പോയി. ടൗണിൽ ഇറങ്ങി 5 കെട്ട് പത്രം ഉണ്ടായിരുന്നു കയ്യിൽ. അത് 5 കെട്ട് പത്രവും കൊടുത്തിട്ട് വണ്ടി കയറുന്ന ആ സമയത്ത് ആകാശത്ത് വലിയൊരു മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു. ആ മഴവില്ല് കുറേ ദൂരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ മഴവില്ല് അപ്രത്യക്ഷമായ ആ സമയത്ത് തന്നെ ഹസ്ബൻഡിന് മെസ്സേജ് വന്നു, പേയ്മെൻറ്റ് കയറിയിട്ടുണ്ടെന്നും പറഞ്ഞ്. ഈ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഹസ്ബൻഡിന് ആദ്യം അത്ര വിശ്വാസം മാതാവിൽ രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് 5:30 ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നത്. അതുപോലെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴെല്ലാം ഹസ്ബൻഡിൻ്റെ ഒപ്പം നിൽക്കാറുണ്ട്. വീണ്ടും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ക്യാൻസർ പേഷ്യൻസിനും അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് അങ്ങനെ അവർക്കെല്ലാം കൊടുത്ത് ഒത്തിരി രോഗസൗഖ്യങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് ഈശോ. കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായിട്ട് കാരുണ്യപ്രവൃത്തികൾ ഓൾഡ് ഏജ് ഹോമിൽ, ഓർഫനേജ്, അതുപോലെ കടത്തിണ്ണയിൽ ഭിക്ഷക്കാർക്ക്, വഴിയരികിലുള്ള ഭിക്ഷക്കാർക്ക് അങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അഖണ്ഡ ജപമാല എന്ന ഒരു ഗ്രൂപ്പിലുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഫുഡും ഓർഫനേജിലും ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രവിതരണമാണ്. പത്രവിതരണം ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ, വഴിയിൽ, ബസ്സിൽ, വീട് കയറി ഇറങ്ങി അങ്ങനെയൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രപ്രവർത്തനം നടത്താറുണ്ട്. മാതാവിനെക്കുറിച്ച് അറിയാത്തവർക്ക് കൂടുതൽ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവരിവിടെ വന്ന് പള്ളി വരികയും ഉടമ്പടി എടുക്കുകയും 3-4 പേര് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ, അങ്ങനെ ഒരിക്കൽ രാവിലെ 5:30 എഴുന്നേൽക്കുമ്പോൾ ആ ഒരു വചനം
കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. പിന്നെ വൈറ്റ് പേപ്പറിൽ, നിയോഗ പേപ്പറിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു ഇതായിട്ട് എനിക്ക് ഫീലായിട്ടുണ്ട്. പിന്നെ ഉടമ്പടി എടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ വീട് മുഴുവൻ സുഗന്ധാഭിഷേകം രാവിലെയും വൈകിട്ടും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് രാവിലെയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ ഈ ഇരിക്കുന്ന വലിയൊരു സ്റ്റാച്ചു, വളരെ വലിപ്പമുള്ള ഒരു സ്റ്റാച്ചു ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ണീശോ ചിരിക്കുന്നത് കണ്ടുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാറുണ്ട്. യേശുവിൻ്റെ ക്രൂശിത രൂപം കണ്ടുകൊണ്ട് എഴുന്നേൽക്കാറുണ്ട്. സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് സ്വപ്നത്തിലൂടെ ഒത്തിരി ദർശനങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. മാതാവിൻ്റെ കണ്ണ് എടുത്ത് അങ്ങനെ സ്വപ്നത്തിൽ കാണാറുണ്ട്. പിന്നെ ഈശോയുടെയും മാതാവിൻ്റെയും സാന്നിധ്യം എവിടെ ഏത് വഴി പോയാലും അവിടെയെല്ലാം ആ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാതാവിൻ്റെ നിനക്ക് എൻ്റെ ദൂതനെ ഞാൻ നിനക്ക് മുമ്പായി അയക്കുമെന്ന് പറഞ്ഞതുപോലെ എവിടെ ചെന്നാലും ആ ഒരു ഒരാളെപ്പോഴും ഹെൽപ്പിന് എവിടെ ചെന്നാലും ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീലാകാറുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈശോയും മാതാവും തന്ന അനുഗ്രഹങ്ങൾക്ക്